അവനെങ്ങാനും പഴയതുപോലെ ആയാ നമ്മളെ കാര്യം തീർന്നു. പിന്നെ നമ്മൾ ഫ്രെയിമിലേ ഉണ്ടാവില്ല. 100% കറക്റ്റാ. പിന്നെ നിങ്ങൾ ഫ്രെയിമിലേ ഉണ്ടാവും, ചുവരിൽ. ആഹാ, നിങ്ങളോട് ചായം കുടിച്ചിരുന്നോ? അവനത് ഡിസ്ചാർജ് വേണോന്ന് പലതോർത്ത് പറഞ്ഞു തുടങ്ങി. എല്ലാം പഠിച്ചെടുക്കുക. ഞാൻ മെനങ്ങാനായിട്ട് അണ്ടർവെയറിന്റെ കളർ വരാൻ പറഞ്ഞു. സി, ഉള്ളിലിട്ടതറിഞ്ഞു. ഇനി ഉള്ളിലിരിപ്പ് കൂടി അറിഞ്ഞു കഴിഞ്ഞാൽ ബാക്കി പ്ലാനിങ് പരലോകത്ത് വെച്ചാ. ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യുന്നു പറ. ഞാനൊരു കാര്യം പറയട്ടെ, നമുക്ക് സനന്ദനുമായി ആലോചിക്കാം എന്താ ചെയ്യാനാവാന്ന്. സനന്ദനോ? ആ, എന്തിനാ അയാള്? പുറമേ നിന്ന് കാര്യങ്ങളൊക്കെ നോക്കാനുള്ള ആളായിട്ട് നമ്മൾ അജ്മൽ ഡോക്ടറുടെ സ്ഥിതിക്ക് മറ്റൊരാളെ കൂടെ വിളിക്കേണ്ട ആവശ്യമുണ്ടോ? ഇതൊക്കെ സനന്ദൻ ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങളാ. മുമ്പ് ഇതുപോലെ സനന്ദൻ സഹായിച്ചിട്ടുള്ളതാ. പുതിയ ഫ്ലാറ്റിലേക്ക് മാറ്റി ബിനു നമ്മളെ ഒറ്റപ്പെടുത്തിയപ്പോ നിഷിമയുടെ കല്യാണം നടത്താമെന്ന് എനിക്ക് ഐഡിയ പറഞ്ഞു തന്നതും സനന്ദനാ. മകളുടെ കാര്യം തീരുമാനമാക്കിയ ആളെ തന്നെ ഇപ്പോൾ മകന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കാൻ വിളിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. അതൊരു നാട്ടുകടപ്പാണല്ലോ. അമ്മയ്ക്ക് ഒരാളുടെ മേൽ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ അതായിക്കോട്ടെ. ഒറ്റപ്പെട്ടെന്നുള്ള അമ്മയുടെ തോന്നലാണ് എനിക്കിപ്പോൾ എല്ലാത്തിനേക്കാളും വലിയ പ്രശ്നം അല്ലേ? ഒറ്റപ്പെടുന്ന ഞാനുണ്ടല്ലോ. നിങ്ങളുണ്ടായിക്കോട്ടെ, കൂടെ വേറൊരാളും. മനുഷ്യ, നിങ്ങൾ എന്താ ഇവിടെ വന്ന് നിൽക്കുന്നേ? എന്താ എന്താ പറ്റിയേ? നിനക്ക് സനന്ദനുള്ള ബന്ധം നിർത്താറായില്ലേ? പറയുന്ന കേട്ടാ തോന്നും സനന്ദൻ എൻ്റെ കാമുകനായിരുന്നു എന്ന്. ഒരു കാലത്ത് എൻ്റെ കൊളീഗായിരുന്നു, സുഹൃത്തായിരുന്നു. അത്രയേ ഉള്ളൂ ആ ബന്ധം. എന്നിട്ടല്ലേ നീ പറഞ്ഞിട്ടില്ല അവൻ എന്റെ കാലടിച്ച് കുടിച്ചത്? അവനെയാണോ നീ വീണ്ടും വിളിച്ചു വരുത്തുന്നത്? അയ്യോ, അതൊരു അബദ്ധം പറ്റിയതാണെന്ന് എത്ര തവണ പറഞ്ഞതാ. അതും എത്ര വർഷം മുമ്പാ അത് നടന്നത്. എന്നിട്ട് ഇപ്പോഴും അത്യാവശ്യ ഘട്ടത്തിൽ നമ്മൾ പ്ലംബറിയോ ഇലക്ട്രീഷ്യനെയോ വിളിക്കാറില്ലേ? സനന്ദനെ അങ്ങനെ കണ്ടാ മതി. ചെമ്പരത്തി താഴത്ത് വീണതാണോ, കണ്ടവന്റെ മുറ്റത്ത് നട്ടതാണോ? ചെമ്പരത്തി താഴത്ത് വീണതാണോ, കണ്ടവന്റെ മുറ്റത്ത് നട്ടതാണോ? ലക്ഷ്മി പറഞ്ഞു വെച്ച് നോക്കുമ്പോൾ ബിനു ഒരു കടുത്ത സൈക്കോണ്. എത്ര പൈസ ചിലവാക്കിയാലും അവൻ പഴയ അവസ്ഥയിലെത്താണ്ടിരിക്കാൻ നമ്മൾ ശ്രമിക്കണം. കുറേ എണ്ണുണ്ട് ഇതുവഴി. ഈ ജാതി കൊട്ടേഷനൊക്കെ നമ്മളൊരു ചാറ്റ് വർക്കായിട്ട് കണ്ടിട്ടുള്ളൂ. എന്താ സനന്ദന്റെ പ്ലാൻ? എൻ്റെ പ്ലാൻ കേട്ടാൽ ലോജിക്കില്ലാത്ത പോലെയൊക്കെ തോന്നും. ലോജിക്കൊന്നും വേണമെന്നില്ല, കാര്യം പറ. പഴയതൊക്കെ വാങ്ങണം. ചെമ്പരത്തി താഴത്ത് വീണതാണോ, കണ്ടവന്റെ മുറ്റത്ത് നട്ടതാണോ? അല്ലെങ്കിൽ അത് ഇവിടെ കിടന്നോട്ടെ. പുതിയ ബെഡ്ഷീറ്റും സാധനങ്ങളൊക്കെ പറഞ്ഞല്ലേ കവറായിക്കോളൂ. വേണ്ട, എന്റെ രമേശ ഒന്ന് വേഗം നടക്ക്. ഞാൻ പറഞ്ഞത് ചെറിയ ചെറിയ സാധനങ്ങളെ നമ്മൾ വിട്ടു പോവുക. അങ്ങനെ ബിനുവിന് സ്പെഷ്യൽ ഇമോഷൻ കണക്ഷനുള്ള എന്തെങ്കിലും ചെറിയ സാധനങ്ങളുണ്ട് അവിടെ. ഇത് ഇൻറ്റീരിയർ ചെയ്താൽ മാത്രം പോരാ. നോക്ക്, എന്തേലും ഉണ്ടാവും. അവൻ ആരാ മോൻ? ആ, കിട്ടിയില്ലേ? അതൊരു ഓർമ്മയില്ലേ ബിനുവിൻ്റെയും ഷിബിൻ്റെയും? അത് ശരി. അത് കളയണോ?